സ്ക്രൂ ഡ്രില്ല് നമുക്ക് 599 ഉണ്ട്, 699 ഉണ്ട്. 3100 രൂപ മാത്രമാണ് ഇപ്പം ഓഫർ പ്രൈസിൽ. ഇത് ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് 969 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വേണ്ട, കാശില്ലെങ്കിൽ വേണ്ട. അതാണ്ട് ബജാജ് ഫിൻസർ വെല്ലുണ്ട്. ഓക്കെ, കാർട്ടൂൺ ഡാമേജ് ആയ ഐറ്റംസ്, ഈ ക്രാച്ചസ് ആയ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം എന്ന് വെച്ചാൽ വൻപിച്ച വിലക്കുറവിൽ കൊടുക്കുകയാണ് നമ്മൾ. 2699 രൂപ മാത്രം ഓഫറിലാണേ. അതെ, ഈ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. വെറും 2500 രൂപ. 2500 രൂപ. ഒരു വീട്ടിൽ ഒന്നുണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കും. അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കും. നമ്മൾ ഓഫർ പ്രമാണിച്ച് ഒരു കോംബോ കൊടുക്കുന്നുണ്ട്. ഒരു ടൈൽ കട്ടറും ഒരു ആംഗിൾ ഗ്രൈൻഡറും വെറും 2399 രൂപയ്ക്ക്. ഇത് കണ്ടില്ലേ, പവർ ടൂൾസുമായി ബന്ധപ്പെട്ട ഏത് റേറ്റും ചോദിച്ചാലും ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ തരാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടില്ലേ, എല്ലാ ബ്രാൻഡുകളും ഉണ്ട് ഇവിടെ. ഏറ്റവും വിലക്കുറവിൽ, അതാണ് എടുത്ത് പറയേണ്ട കാര്യം, ഏറ്റവും വിലക്കുറവിൽ വാറന്റിയോടെ തരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ആദ്യം ഓർഡർ എന്ന് പരിചയപ്പെടാം. പവർ ടൂൾസ് ഷോപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് സാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ളത്. അത് എന്താണെന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 രൂപ കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ധൈര്യമായിട്ട് വാങ്ങാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമുക്ക് ആദ്യം ഓർഡർ എന്ന് പരിചയപ്പെടാം. സർ ഹായ്. ഹായ്, നമസ്കാരം. ഓക്കെ, നമ്മുടെ ഈ ഒരു ടൂൾ സൂപ്പർ മാർക്കറ്റിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് SR പവർ ടൂൾസ് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിൽ, അതായത് കൊല്ലത്തിൻ്റെയും പത്തനംതിട്ടയുടെയും ബോർഡറായ 7 മൈൽ എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ടൂൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ ടൂൾസുകൾ മാത്രമല്ല, ഹാൻഡ് ടൂൾസ്, അതിന്റെ ആക്സസറീസ്, അതിന്റെ സ്പെയർ പാർട്സുകൾ എല്ലാം ഒരു കൊടക്കീഴിൽ. ഓക്കെ, എല്ലാ ഐറ്റം ഇവിടെ കിട്ടും അല്ലേ? അതെ, ഇവിടെ വന്നിട്ട് ഏത് ടൈപ്പ് കസ്റ്റമർ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അതെ അല്ലേ? അതാണ് ഈ സൂപ്പർ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഒരു കൊടക്കീഴിൽ. ഓക്കെ സാർ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പവർ ടൂൾസ് പർച്ചേസ് ചെയ്യാനാണ്. എന്റെ കയ്യിൽ കാശില്ല. വേണ്ട, കാശില്ലെങ്കിൽ വേണ്ട. അതാണ്ട് ബജാജ് ഫിൻസർ വെല്ലുണ്ടല്ലോ. ഓക്കെ, ഇതാകുമ്പോൾ 0 ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, 0 ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണോ അതനുസരിച്ചിട്ടുള്ള ആണ് അതിന്റെ ഡൗൺ പേയ്മെന്റ് വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് പേടിക്കണ്ട, ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, ധൈര്യമായിട്ട് വരാം. അപ്പോൾ കയ്യിൽ കാശില്ലെങ്കിൽ കൂടി നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകാനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഈ ടൂൾസ് വാങ്ങാനുള്ള കാശ് കയ്യിലെന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. ലോണിന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്തു കൊടുക്കും. അല്ലേ? അതെ, ബജാജ് ഫിനാൻസ് നമ്മൾ ചെയ്തു കൊടുക്കും. അത് മാത്രമല്ല, പ്രോജക്റ്റ് ബേസിൽ ഇപ്പോൾ ഒരാളിനൊരു സ്ഥാപനം തുടങ്ങണമെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് ബേസിൽ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്തു കൊടുക്കും. ഓക്കെ സാർ, നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷിമിത്ര TV. അതിപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കർഷകർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് വരാം. അതെ, അപ്പോൾ എനിക്ക് അറിയേണ്ടത് ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കൃഷി ഉപകരണങ്ങൾ, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള മെഷീനറി ആയാലും എന്തായാലും. അപ്പോൾ അതിനെങ്ങനെയാണ് കാര്യങ്ങൾ, സബ്സിഡി അങ്ങനെയുള്ള കാര്യങ്ങൾ? ആദ്യമായിട്ട് തന്നെ ഞാനൊരു ഫിസ്റ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഫൈബർ തോർട്ടി പരിചയപ്പെടുത്താം. ഇതെന്ന് പറയുമ്പം കറണ്ട് അടിക്കത്തില്ല. അതായത് ഇത് 24 ഫീറ്റിലും വരുന്നുണ്ട്, 18 ഫീറ്റിലും വരുന്നുണ്ട്. ഇതിപ്പോൾ ലേഡീസിനായാലും ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുന്നതാണ്. ഇങ്ങനെ ലൈനിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ കറണ്ട് അടിക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയ വെയിറ്റും ഇല്ലല്ലേ? വെയിറ്റ് ഇല്ല, ആകെ 3.5 കിലോ ഉള്ളു. നമുക്ക് ഇങ്ങനെ ലേഡീസിനായാലും ആർക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ത്രെഡാണ്. ഇത് വെച്ചിട്ട് വലിച്ച് നോക്കാം നമുക്ക്. ലോക്കിംഗ് സിസ്റ്റം ആണ്. ലൂസ് ടൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ടൈറ്റിലേക്ക് പോയാൽ ടൈറ്റ് ആവും, ലൂസാക്കി ലൂസാവും. നമുക്ക് ആവശ്യാനുസരിച്ച് ഇതാക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്നിട്ട് അത് ടൈറ്റ് ചെയ്യാം. അതിന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന മാങ്ങയൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ഇത് നമുക്ക് ഇതിലേക്ക് ഇത് ലൂസാക്കിയിട്ട് ഇത് ലൂസാക്കുക, ഇതിലേക്ക് കയറ്റുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പലരും ഇത് ചോദിക്കുന്നുണ്ട്, ഇത് കയറുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഇതിലേക്ക് കയറ്റുക. അത് കഴിഞ്ഞിട്ടാണ്ടേ ഈസി ആയിട്ട് ഇത് ഇവിടെ മുട്ടിയെ നോക്കുക, ടൈറ്റ് ആക്കുക. എന്നിട്ട് നമുക്ക് മാങ്ങ പറിക്കാൻ പറ്റും. സിമ്പിൾ മെക്കാനിസം. അതിനുശേഷം അതല്ല, നമുക്ക് ഒരു പപ്പായ പറിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനും അറ്റാച്ച്മെന്റ്. അതെ, പപ്പായ അത് കയറ്റിയിടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം ചക്കയോ തേങ്ങയോ ഒക്കെ വലിച്ചിടണമെന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മരത്തിന്റെ ഒരു ശിഖരം നമുക്ക് താഴെ നിന്ന് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് പ്രൂണിംഗ് സാ. ഈ പ്രൂണിംഗ് സാ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിന്നുകൊണ്ട് തന്നെ മരത്തിന്റെ ശിഖരങ്ങൾ നമുക്ക് മുറിക്കാൻ പറ്റും. സാർ, ഇതിന്റെ മാക്സിമം ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? മാക്സിമം ഹൈറ്റ് കാണിച്ചു തരാം. 18 അടിയുടെയാണ്. ഇതാണ് മാക്സിമം ഹൈറ്റ് അല്ലേ? 18 അടിയുടെയാണ്. ഇത് 18 ഫീറ്റിന്റെയാണ്. 18 ഉണ്ട്, 24 ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇപ്പം ഈ ഒരു ഇത് മുറിക്കണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ,
ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ചക്കയോ തേങ്ങയോ എന്ത് വേണമെങ്കിലും വലിച്ചിടാവുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ടൈറ്റ് ആയിരിക്കണം. ഇതെന്ന് പറയുമ്പം 24 ഫീറ്റിൻ്റെ പോളോ ലാഡറാണ്. ഇതാകുമ്പോൾ കർഷകർക്ക് കുരുമുളക് പറിക്കുന്നതിനും മറ്റ് കാർഷികോൽപ്പന്നങ്ങൾ അതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത് നമുക്ക് 8 അടിയാണ് വരുന്നത്. 8 ഫീറ്റ് 8 × 3 24 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ വിലയുടെ കാര്യം പറയാതെ ഒളിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. സാർ നമുക്ക് എത്ര പ്രൈസ് വരുന്നതിൻ്റെ? ഇത് നമ്മൾ സ്മാം അറിയാമല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക ഉപകരണങ്ങൾ കൊടുക്കുന്ന സ്കീമുണ്ടല്ലോ, അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ 9375 രൂപയാണ്. അതിന്റെ 50% ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണെങ്കിൽ 50% സബ്സിഡി കിട്ടും. അതല്ല കാർഷിക സഹകരണ സംഘങ്ങളാണെങ്കിൽ 80% വരെ സബ്സിഡി കിട്ടും. 80% വരെ. അതായത് ഇത് 24 അടിയുടെ പോളോയാണ്. അതായത് നമുക്ക് ഇത് 8 അടിയായിട്ടും 16 അടിയായിട്ടും 24 അടിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സബ്സിഡി കിട്ടും നമുക്ക് കിട്ടും. ഈ മാർച്ച് 2025 മാർച്ച് 31 വരെ സബ്സിഡി ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സബ്സിഡി എത്ര കിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ സാർ ഇതിന്റെ കാര്യം പറഞ്ഞു. അതെ, നമുക്ക് ഇനി ഇതെങ്ങനെയാണ് തോട്ടിയുടെ കാര്യം? അതെ, ഇത് നമുക്ക് മുൻപ് പറഞ്ഞ മാതിരി തന്നെ സ്മാം പദ്ധതി പ്രകാരം കിട്ടുന്നതാണ്. ഇത് 3150 ആണ് 18 അടിയുടെ 2 അറ്റാച്ച്മെന്റിന്. അതായത് ഫ്രൂട്ട്സ് പറിക്കാം, മാങ്ങ പറിക്കാം, തേങ്ങ പറിക്കാം. അന്നേരം ആ 2 അറ്റാച്ച്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ 3150 രൂപയാണ്. അതിന്റെ 50% സബ്സിഡി കിട്ടും. അതല്ല സംഘങ്ങളാണെങ്കിൽ 80% വരെ കിട്ടും. പക്ഷേ ഇത് വരുമ്പോൾ 24 ആണ്. ഇത് വരുമ്പോൾ 3500 രൂപ. 24 അടി 3500 രൂപ. അതിന്റെ പകുതി പൈസ സബ്സിഡി കിട്ടും. അറ്റാച്ച്മെന്റ് വരുന്നത് ഇതിനും 2 അറ്റാച്ച്മെന്റ് അല്ലേ? ബാക്കി നമുക്ക് 2 അറ്റാച്ച്മെന്റ് ഉണ്ട്, 3 അറ്റാച്ച്മെന്റ് ഉണ്ട്. 2 അറ്റാച്ച്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 18 അടിയിൽ 3150 24 അടിയിൽ 3500 ലഭ്യമാണ്. അതിന്റെ പകുതി സബ്സിഡി കിട്ടുന്നു. പക്ഷേ ഈ 2025 മാർച്ച് 31 വരെയാണ് സ്മാമിന്റെ സബ്സിഡി ഓപ്പൺ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം നമുക്കറിയത്തില്ല. അന്നേരം വീഡിയോ കാണുന്നവർ ഉടനെ തന്നെ എത്താൻ ശ്രമിക്കുക. പദ്ധതിയുടെ കാര്യമൊക്കെ അറിയാമല്ലോ, വരുമ്പോ വരും അല്ലേ? അതെ, പോയി. അതുകൊണ്ട് ഈ ഒരു നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം. അല്ല, ഇപ്പം ഒരാളിന് ഒരു സ്മാം പദ്ധതി പ്രകാരം ഒരു ഐറ്റം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഒത്തിരി സൈസിലുള്ള ലാഡർ ഉണ്ടല്ലോ, ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? സബ്സിഡി എങ്ങനെയാണ്? നമുക്ക് ഈ അൽക്കോയുടെ ലാഡർ ഉണ്ടല്ലോ, ഈ കരുതിയിരിക്കുന്നത് അൽക്കോ ലാഡർ. ഈ അൽക്കോ ലാഡറും സ്മാമിൽ രജിസ്റ്റർ ആണ്. അവർക്കും അവരുടെ ലാഡർ നമ്മുടെ ആവശ്യം അനുസരിച്ച് എത്ര സ്റ്റെപ്പിന്റെ ആണോ വാങ്ങിക്കുന്നത് അതനുസരിച്ചിട്ട് സ്മാമിലെ റേറ്റ് ഉണ്ട്. അതിന്റെ പകുതി പൈസ സബ്സിഡി കിട്ടുന്നത്. ഈ ഒരു കമ്പനിയുടെ ലാഡർ എടുത്തു കഴിഞ്ഞാൽ സബ്സിഡി കിട്ടും അല്ലേ? കിട്ടും. ഈ സബ്സിഡി കിട്ടുമെന്ന് വെറുതെ പറയുന്നില്ല. സബ്സിഡി കേൾക്കുമ്പോഴേ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പറഞ്ഞാൽ അത് കിട്ടത്തില്ല, അതിന്റെ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയാൽ തീർച്ചയായിട്ടും കസ്റ്റമറിന് കിട്ടുന്നുണ്ട്, കർഷകർക്ക് കിട്ടുന്നുണ്ട്. ഇനി എന്തെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് പോലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് പറഞ്ഞു തരുന്നതാണ്. സാർ, ഇപ്പോൾ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ എന്തൊക്കെ ഡോക്യുമെന്റ് വേണ്ടത്? നോർമലി നമുക്ക് ആധാറിന്റെ ആരുടെ പേരിലാണോ എടുക്കുന്നത് അവരുടെ പേരിൽ 1 സെന്റ് വസ്തുവിൻ്റെയെങ്കിലും ഏറ്റവും പുതിയതായ ഭൂനിധി, അതായത് ടാക്സ്, ലാൻഡ് ടാക്സ് അടച്ചതിന്റെ രസീത് ഏറ്റവും പുതിയത് വേണം. 1 സെന്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. പിന്നെ അവരുടെ ആധാറിന്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് സബ്സിഡി വരാൻ വേണ്ടി, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഈ 4 ഡോക്യുമെന്റ്സുകൾ തരാമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഈ വർഷം സബ്സിഡിയുടെ സ്കീം തുടങ്ങാൻ ഓപ്പൺ ആവാൻ താമസിച്ചു. ഈ വരുന്ന മാർച്ച് 2025 മാർച്ച് 31 വരെ ഉള്ളു. അത് കഴിയുമ്പോൾ അടുത്ത വർഷമാവുക. പിന്നെ അടുത്ത 2025-26 വർഷത്തെ ഓപ്പൺ ആവണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സബ്സിഡി ഉണ്ടെന്ന് മാത്രം ഇതിന് പറഞ്ഞു പോയാൽ മതി. പക്ഷേ ഇദ്ദേഹം ആ സ്കീം എന്ന് തീരുന്നത് വരെ നിങ്ങളെ കൃത്യമായിട്ട് നോട്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തത ഉണ്ട് ഈ ഷോപ്പിൻ്റെ ഓണർക്കായാലും സ്റ്റാഫിനായാലും എന്തുകൊണ്ടും. അപ്പോൾ നമുക്ക് അടുത്ത സാർ, ഇതെന്താ ഐറ്റം? ഇത് മാനുവൽ ഗ്രാസ് കട്ടറാണ്. അതായത് നമ്മളിപ്പം വീട്ടിലൊക്കെ പുല്ല് വളർന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രഷ് കട്ടർ വാങ്ങിക്കണം, അതിന് പെട്രോൾ മേടിക്കണം, അങ്ങനെയൊക്കെ ലേഡീസിനൊക്കെ ചിലവുണ്ട്. മാത്രമല്ല ലേഡീസിനൊക്കെ അത് കൈകാര്യം ചെയ്യുന്നതിന് പരിമിതികളുണ്ടല്ലോ. ഇതാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഷാർപ്പായിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ്. 2 സൈഡിൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, 2 സൈഡിലും ഷാർപ്പാണ്, ബ്ലേഡ് മാതിരി ഇരിക്കുവാണ്. എന്നിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പിടിയുണ്ട്. ഈ സാധനം ഒരു ചെറിയ ബെൻഡും ഉണ്ട്. ഇതിപ്പോൾ പുല്ല് ഇവിടെ വളർന്നു നിൽക്കുവാണെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡിലേക്കും, അത് ഈ 2 സൈഡിലും ബ്ലേഡ് ഉണ്ടായതുകൊണ്ട് അങ്ങോട്ടടിക്കുമ്പോഴും ഇങ്ങോട്ടടിക്കുമ്പോഴും പുല്ല് പോകും. അതിങ്ങനെ അടിച്ചടിച്ചടിച്ച് നമുക്കത് അത്യാവശ്യം
വീടിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ അടിക്കാൻ പറ്റുന്ന നമുക്ക് ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 450 രൂപയേ ഉള്ളൂ. 450 രൂപ. ഇത് കേക്കുമാർ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബ്രാൻഡ്, ഒരു കേക്കുമാർ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സ്റ്റീലിന്റെ പ്രോഡക്റ്റുകൾ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കേക്കുമാറിന്റെ ബ്രാൻഡ്. കേക്കുമാർ ബ്രാൻഡാണ്. ഇതിന്റെ വില ഞാൻ ഇപ്പൊ പറഞ്ഞത് 450 ആണ്. പിന്നെ പ്ലസ് കൊറിയർ ചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഐറ്റത്തിനും ഒരു പ്രത്യേകതയുണ്ട്. സാർ ഇതിപ്പോൾ എന്താ ഐറ്റം? ഇവിടെയൊക്കെ എന്താ? ഇതെന്ന് പറയുമ്പം അതുല്യ ഇൻഡസ്ട്രീസിന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ, നട്ട് ബോൾട്ട് ഉണ്ടല്ലേ, ഇതിപ്പോൾ സാധാരണ ഒരു തൂമ്പ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിടി ഒടിഞ്ഞു പോകും. ഒടിഞ്ഞു പോയി കഴിയുമ്പോൾ പിന്നെ ഉടനെ നമ്മൾ കാർപ്പൻ്റർ എടുത്ത് പോകണം, പിന്നെ ഉറപ്പിക്കണം. അങ്ങനെ ഇതാകുമ്പോൾ ഒടിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ കട്ട് ചെയ്യുക, ഈ നട്ട് ബോൾട്ട് ഇറക്കുക, മുറുക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഇതെന്ന് പറയുമ്പം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിന്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞത്. ഇതെന്ന് പറയുമ്പം നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് വാത്തല അടിക്കാൻ വേണ്ടി പിന്നെ അവരുടെ ആവശ്യമില്ല, നമ്മുടെ കയ്യിലുള്ള ഗ്രൈൻഡർ വെച്ചിട്ടൊന്ന് പിടിച്ചാൽ മതി. അതെ, സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് ഈ പ്ലേറ്റ് മൊത്തത്തിൽ. അതുപോലെ തന്നെ ഈ നമ്മുടെ തൊഴിലുറപ്പുകാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതുണ്ടല്ലോ, കംഫർട്ടബിൾ ആയിട്ട് റബ്ബർ ഉണ്ട് ഇതിനകത്ത്, പിടിക്കാനൊക്കെ ഒരു നല്ല ഇതാണ്. അവരുടെ തന്നെ കുറെ പ്രോഡക്റ്റുകളുണ്ട്. അതിന്റെ കോട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ തന്നെ കോടാലി ഉണ്ട്. അതിന്റെ കോടാലി, കോടാലി, ഈ കോടാലി ഇതേമാതിരി തന്നെ എല്ലാവരും ഒരു പ്രശ്നമാണ് ഒടിയും എന്നുള്ളത്. അവിടെ ഇത് നട്ട് ബോൾട്ടാണ്. ഉറപ്പിക്കാൻ വേണ്ടിയുള്ള സമയം നമുക്ക് ലാഭം. ഉറപ്പിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് കംഫർട്ടബിൾ ആണ്. നമുക്ക് വേറെ ആളുടെ ഹെൽപ്പ് വേണ്ട, നമുക്ക് തന്നെ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. വേറെ ആളിനെ യൂസ് ചെയ്യാതെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, പേനാക്കത്തി മുതൽ വടിവാൾ വരെ ഇതിനകത്തുണ്ട് അല്ലേ? ഏത് ഐറ്റം ചോദിച്ചാലും ഇതിനകത്ത് നോക്കിയെടുക്കാൻ പറയും. ഇത് കേക്കുമാർ ബ്രാൻഡാണ്. വിശ്വസിച്ചെടുക്കാം. അതായത് ഇത് ഓരോ ഐറ്റം ഉണ്ടാക്കുന്നത് പിന്നെ റെയിൽ പാളം ഇല്ലേ, ആ റെയിൽ പാളത്തിന്റെ ഉരുക്കിനകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാൽ അതിൻ്റെതായ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ചെറിയ നോക്കിക്കോ, ഇവിടുന്ന് ഈ തുടങ്ങി ഈ ചെറിയ ഐറ്റം മുതൽ നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്ക് എന്തൊക്കെയാണോ വീട്ടാവശ്യങ്ങൾക്ക് ആവശ്യമുള്ള അതനുസരിച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് അവർ. ഇങ്ങനെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേന് ഇതിന്റെ വാത്തല്, അതായത് ഇതൊന്ന് ഒരു പക്ഷേ ഇതിന് കുറച്ച് മൂർച്ച കുറഞ്ഞു കഴിഞ്ഞാൽ മൂർച്ച കൂട്ടാനുള്ള സാധനവും അവർ തരുന്നുണ്ട്. അപ്പോൾ ഒന്നും പേടിക്കണ്ട, പുറത്തുനിന്ന് ഒരാളെ പേടിക്കണ്ട. ഇത് ഈ രീതിയിൽ ഇടയ്ക്കുന്ന 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഇതൊന്നും ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ ആ പുതിയത് വാങ്ങിക്കുന്ന അതേ ഇത് തന്നെ ഫീൽ ചെയ്യുന്ന കിട്ടും. പിന്നെ താഴെ ഇതിനെ ഇറച്ചി വെട്ടുന്നതിന് വേണ്ടിയുള്ളത്, പിന്നെ ഈ താഴെ നമുക്ക് വീട്ടാവശ്യത്തിന് മറ്റേ മരങ്ങളൊക്കെ മുറിക്കുന്നതിന് വേണ്ടിയുള്ളത്, പിന്നെ അവർക്ക് ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, അതായത് ഇതിന്റെ ആവശ്യത്തിനുള്ള ഇടിക്കാനും പിടിക്കാനുള്ള സാധനം. അതുപോലെ തന്നെ കോടാലി ഉണ്ടല്ലേ, കോടാലി എന്ന് വെച്ചാൽ അവരെങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഇതിനകത്തൂടെ ഒരു പ്ലേറ്റ് ഉണ്ടോ, പ്ലേറ്റ് ഇവിടെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതാക്കിയിരിക്കുക. അതായത് ഈ കോടാലി ഒടിഞ്ഞാലും ഇതിന്റെ പിടി ഒടിയത്തില്ല. കോടാലിക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും അല്ലേ? അതെ, അതെ, അത്രയ്ക്ക് നല്ല ഒരു സ്ട്രോങ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. കേക്കുമാറിന്റെ എല്ലാ പ്രോഡക്റ്റും SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് ഐറ്റം ചോദിച്ചാലും ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട് അല്ലേ, എല്ലാ ഫുഡ്സും. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങാം. ഈ ഒരു ബ്രാൻഡ് ചോദിച്ചതിന് ഒരുപാട്, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കത്തി ഇത് മേടിച്ചാൽ പോലും നമ്മൾ ആ ബ്രാൻഡ് വിട്ട് പോകില്ല. അതാണ് ഒരു പ്രത്യേകത. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ അവർക്ക് ആ ബ്രാൻഡിന് അഡിക്റ്റ് ആവും നമ്മൾ. അതെ. ഞാനിപ്പോൾ ഈ വന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഓഫർ ഉണ്ടോ ഇവിടെ? ഇപ്പം നമുക്ക് മാർച്ച് 15 മുതൽ ഏപ്രിൽ 30 വരെ റംസാൻ വരുവാണ്. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റർ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വിഷു വരുന്നുണ്ട്, എല്ലാം ഒരുമിച്ച്. അതായത് ഒരു 45 ദിവസ കാലയളവിലേക്ക് നമ്മൾ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ തൊട്ട് ഇത് തുടങ്ങുവാണ് ഇങ്ങനെ. അതായത് 66 രൂപയുടെ ഗ്ലാസ് 39 രൂപയ്ക്ക് കൊടുക്കുകയാണ്. ഇത്രയും ക്വാളിറ്റി ഉള്ളതോ? അതെ. ഇതെന്ന് പറഞ്ഞാൽ 3M എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. 3M കമ്പനിയുടെ 3M ഇപ്പോൾ 39 രൂപ. ഇപ്പോൾ വെറും 39 രൂപ. ചെറിയ ഐറ്റത്തിന് പോലും ഈ ഒരു ഓഫറിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സർ, ഈ ഒരു മാസ്കിന്റെ കാര്യം എങ്ങനെയാണ്? ഈ മാസ്ക് എന്ന് പറയുമ്പോൾ 250 രൂപ വിലയാണ്. ഇതിപ്പോൾ ഓഫറിൽ 195 രൂപ മാത്രം. 195 അല്ലേ? അതെ. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ മാർച്ച് 15 മുതൽ ഏപ്രിൽ 31 വരെ നമുക്ക് എല്ലാത്തരം ടൂൾസുകൾക്കും ഓഫർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ മാസം, അതായത് 2025 മാർച്ച് 31 വരെ സ്മാമിന്റെ പദ്ധതി ഓപ്പൺ ആണ്. അതുവഴി സ്മാമിന്റെ പദ്ധതി വഴി സബ്സിഡിയിൽ വാങ്ങിയെടുക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഈ കാർട്ടൂൺ ഡാമേജ് ആയ ഐറ്റംസ്, ഈ ക്രാച്ചസ് ആയ ഐറ്റംസ് ഉണ്ട്. അത് കാണിച്ചു തരാം. കുറെ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം എന്ന് വെച്ചാൽ വൻപിച്ച വിലക്കുറവിൽ കൊടുക്കുകയാണ് നമ്മളത്.
ഈ കാണുന്ന ഐറ്റംസ് ഷോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് കണ്ടിട്ടില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് ഐറ്റംസ് ഐറ്റം തന്നെയാണ്. ഇത് നല്ല വർക്കിംഗ് ഐറ്റം ആണ്. പക്ഷേ ഇതിനകത്ത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇച്ചിരി തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടല്ലേ. ഓക്കെ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രാച്ചസ് ഉണ്ട്, ചെറിയ ചെറിയ കാർട്ടൂൺ ഡാമേജ് ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വൻപിച്ച വിലക്കുറവിൽ നിങ്ങൾക്ക് ഷോറൂം സന്ദർശിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് പിന്നെ കാർട്ടൂൺ ഡാമേജ് ആയിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ നല്ല സാധനങ്ങൾ തന്നെയാണ്. ചെറിയ ഡസ്റ്റ് ഉണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നേരെ കസ്റ്റമറിലേക്ക്. ഇതെന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ് സെയിൽ അതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പുത്തൻ വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത്. പുത്തൻ വാങ്ങാൻ വേണ്ടി കാശ് കുറച്ച് കുറവുണ്ട് എങ്കിലും നേരെ ഇതിലേക്ക് വരാം. ധൈര്യമായിട്ട് ചെക്ക് ചെയ്ത് തന്നെ എടുക്കാം. പുതിയതുകൊണ്ട് ക്ലിയറൻസ് സെയിലും വരുന്ന ആളുടെ ബഡ്ജറ്റ് പോലെ. അതെ അതെ. ഈ ഒരു ജനറേറ്റർ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇത് ജനറേറ്റർ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ വെൽഡിംഗ് ജനറേറ്ററാണ്. ഓക്കെ. അതായത് വെൽഡർമാരൊക്കെ പണി സ്ഥലത്ത് രാവിലെ കൺസ്ട്രക്ഷൻ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമല്ലോ. ചില സമയത്ത് കറണ്ട് ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ജോലിയില്ല. അന്നേരം അവർക്ക് പിന്നെ വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇത് ഇൻബിൽറ്റ് ആണ്. അതെ അതെ. ഇതിനകത്ത് വെൽഡിംഗ് മെഷീൻ ഇൻബിൽറ്റ് ആണ്. അതിന്റെ വെൽഡിംഗ് മെഷീൻ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ വെൽഡിംഗ് മെഷീൻ വേറെ സെപ്പറേറ്റ് വേണ്ട, ഇതിനകത്ത് വെൽഡിംഗ് മെഷീൻ ഉണ്ട്. കൂടാതെ അവർക്ക് ഡ്രില്ലിംഗ് മെഷീനോ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സ്ക്രൂ ഡ്രില്ലൊക്കെ ഉപയോഗിക്കുമല്ലോ, അതിനു വേണ്ടിയുള്ള പവറും നമുക്ക് എക്സ്ട്രാ എടുക്കാം. ഇതിൽ നിന്ന് പവർ എടുക്കാം എക്സ്ട്രാ. അതായത് അവർക്കിപ്പം കറണ്ട് പോയി എന്ന് വിചാരിച്ച് പണി മുടങ്ങത്തില്ല. ഈ ഒരു സാധനം പിന്നെ മേടിക്കോ വാടകയ്ക്കോ സൈറ്റിലെത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബിൽഡിങ് പിന്നെ ഡയറക്റ്റ് ആ കോഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. ഈ വെൽഡിംഗ് മെഷീൻ ഇൻബിൽറ്റ് ആണ്. ഇവിടുന്ന് കോഡ് ഉപയോഗിച്ച് അവർക്ക് വെൽഡ് ചെയ്യാനും പറ്റും. ഇവിടുന്ന് പവർ എടുത്തിട്ട് അവരുടെ ഡ്രില്ലിംഗ് മെഷീനും അവർക്ക് ബാക്കി അവരുടെ മെഷീനറീസ് ഇതിൽ നിന്ന് പവർ എടുത്ത് വർക്ക് ചെയ്യാനും പറ്റും. അതെ. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ജനറേറ്റർ എന്നാണ്. ഇതിപ്പോ SR-ൽ ഇതിന്റെ പല KV-ൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇവിടുത്തെ വെറൈറ്റിയിൽ കാണിക്കുക എന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ നിൽക്കില്ല. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് നമ്മൾ കാണാത്ത ഐറ്റംസിന്റെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും മെഷീൻ വീഡിയോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, എന്നിട്ട് ആ കാര്യം പറഞ്ഞ് ചോദിച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമുക്ക് അടുത്തൊരു ഐറ്റം കാണാം. ഇത് വെറും 2500 രൂപ. 2500 രൂപ. വെറും 2500 രൂപ. ഓക്കെ. അത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഈ ദാണ്ട കണ്ടില്ലേ, ഒരു വീട്ടിൽ ഒന്നുണ്ടെങ്കിൽ എല്ലാ കാര്യം നടക്കും. അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടക്കും. അതല്ല എന്തെങ്കിലും ചെടിക്ക് മരുന്നടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ചെടിക്ക് നനയ്ക്കണമെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള യൂസുകൾക്കെല്ലാം നമുക്ക് പറ്റും. വെറും 2500 രൂപ മാത്രം. സ്റ്റോക്ക് തീരുന്നിടം വരെ മാത്രമേ. ഞങ്ങൾ 3000 വരെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ താഴേക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. 2500 രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കൊടുക്കാം. വിലക്കുറവുണ്ടെന്ന് മനസ്സിലായല്ലോ. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് തരുന്നത്. സാർ ഇതിന്റെ പവറിന് എന്തെങ്കിലും കുറവുണ്ടോ ഈ വില ആയതുകൊണ്ട്? ഇല്ല, ഇത് പവറിന് ഒരു കുറവില്ലാണ്ട് അടിച്ചു നോക്കിക്കോണ്ട. ഇത് കണ്ടില്ലേ, ആ ടയറിൽ അഴുക്കൊക്കെ പോകുന്നുണ്ടല്ലേ. ഇത് ഈ ടിപ്സ് മാറ്റിയിടാൻ പറ്റും നമുക്ക്. 2500 മുതൽ അല്ലേ? വെറും 2500 രൂപ മുതൽ കാർ വാഷ് സ്റ്റാർട്ടിങ്. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് പോർട്ടബിൾ ആണ്. അതെ അല്ലേ? നമ്മളിപ്പം എവിടെയെങ്കിലും യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ ഗ്ലാസ്സിൽ അഴുക്കായി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പുഴയോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ട്യൂബ് എടുത്തിടുക. അതാണ് ഇങ്ങനെ അങ്ങ് അടിച്ചു തുടങ്ങിയത്തോണ്ടാ മതി. ഓക്കെ, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ വെറും ലൈറ്റ് വെയിറ്റ് ആണ്, വണ്ടിയുടെ ബാക്കിൽ ഇട്ടാക്കാവുന്ന കാര്യമുള്ളൂ. ഈസി ആയിട്ട് അല്ലേ? ലോങ് പോകുന്ന ഈ റൈറ്റ് ഉണ്ടെങ്കിൽ വണ്ടിയൊക്കെ വാഷ് ചെയ്ത് അല്ലേ? ഒരു വീട്ടിൽ എന്തായാലും ഒരു കാർ വാഷ് അത്യാവശ്യമാണ്. അത് ഏത് ബഡ്ജറ്റ് വേണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. അതെ. പിന്നെ എടുത്തു പറഞ്ഞ കാര്യം, ട്രാവലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ പോർട്ടബിൾ വളരെ ഉപകാരമാണ്. വളരെ അതെ 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 അതെ. ഇത് താണ്ട ബുള്ളിന്റെ DL07 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഒരു ഡൊമസ്റ്റിക് മോഡലാണ്. 6 മാസം വാറണ്ടി ഉണ്ട്. കോപ്പറാണ്. പിന്നെ ഇന്റർചേഞ്ചബിൾ ആണ് സ്പെയർ പാർട്സ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡെമോയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മെഷീൻസ് ആണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, കണ്ടോ, നല്ല പവറുള്ള മെഷീനാണ്. നമ്മളിപ്പോൾ കണ്ട ബ്രാൻഡിൻ്റെ ബുൾ ബ്രാൻഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. എല്ലാം ഏറ്റവും നല്ല പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് വരുമ്പം ഇത് 4999 രൂപ. 6 മാസം വാറണ്ടിയോടുകൂടി. ഓക്കെ. സർവീസ് സപ്പോർട്ട് എല്ലാം ഉണ്ട്. എല്ലാ സർവീസ് സപ്പോർട്ടും ഉണ്ട്. സ്പെയറും 100% സ്പെയർ സപ്പോർട്ടും ഉണ്ട്. അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കൊമേഴ്സ്യലാണ് ഇത്. ഓക്കെ. ഇത് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം, അത്യാവശ്യം കൊമേഴ്സ്യൽ പർപ്പസിനും. അതായത് പെയിന്റിന്റെ പണിക്കും. DL288. മറ്റേ 07 ആണ്. അങ്ങനെ ബുള്ളിന്റെ ഡീലറാണ് നമ്മൾ. ബുള്ളിന്റെ ഏകദേശം എല്ലാ ഐറ്റവും നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ പർപ്പസ് കാർ വാഷുകളാണ്. ഇവിടെ ഇരിക്കുന്നതും ഇതും കൊമേഴ്സ്യലാണ്. ബുള്ളിന്റെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഡിസ്കുകളാണ്, മറ്റേ കട്ട് ഓഫ് വീലിന്റെ ഡിസ്കുകളാണ്.
ഈ ഇരിക്കുന്ന എല്ലാം അവരുടെ പ്രോഡക്റ്റുകളാണ്. ഇതെന്താ പ്രത്യേകത? ഇതെന്ന് പറയുമ്പോൾ ഫോം ബ്രിക്സ് കട്ടർ എന്നാണ് ഇതിന്റെ പേര്. അതായത് ഈ കട്ടകൾ കട്ട് ചെയ്യാൻ പറ്റും. അതായത് വെയിറ്റ് കുറഞ്ഞ കട്ടകളുണ്ട്, അത് കട്ട് ചെയ്യാൻ വേണ്ടി. അത് പോളിമാർക്കിന്റെ ആണിത്. അത് കഴിഞ്ഞാൽ തന്നെ അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്റ്റീലിൻ്റെതും ഈ പറഞ്ഞ കട്ട കരിങ്കല്ലുണ്ടല്ലേ, കരിങ്കല്ലൊക്കെ അല്ലേ ഈ വീടുകളുടെ പണിക്കൊക്കെ കരിങ്കല്ല് വരുമ്പോൾ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ കരിങ്കല്ല് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു മെഷീൻ. അതുപോലെ തന്നെ അവരിറക്കിയിരിക്കുന്ന സൂപ്പർ സ്റ്റീൽ കമ്പനി ഇറക്കിയിരിക്കുന്ന ഒരു മെഷീനാണ് ഇത്. ഇതെന്ന് വെച്ചാൽ കോൺക്രീറ്റ് കട്ടിങ് മെഷീനാണ്. ഇതെന്ന് പറഞ്ഞാൽ കമ്പി ഉൾപ്പെടെ കട്ടാവും. ഒന്നും വേണ്ടല്ലേ, ഒന്നും വേണ്ട. ഇതിന്റെ ഇത് കണ്ടില്ലേ, അതായത് അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ലാബോ അല്ലാന്നുണ്ടെങ്കിൽ സ്ലാബിനകത്ത് കമ്പിയോ കട്ടിയുള്ള കമ്പിയോ എന്തിരുന്നു കഴിഞ്ഞാലും ഈ മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കട്ടാക്കാൻ പറ്റും. അതെ, കമ്പി ഉൾപ്പെടെ കട്ടാവുന്ന ഒരു മെഷീൻ ഇത് മാത്രമാണ് ഇപ്പം കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒത്തിരി ആൾക്കാർ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട്. ഇത് ഉരുട്ടി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ വർക്കിംഗ് കൂടെ നമുക്ക് കാണാം. നോക്കിയേ, ഇതിങ്ങനെ സ്ലോയിലാണ് വന്നിട്ടാണ് വർക്കാവുന്നത്. അതായത് വലിയ ഹാർഡായിട്ടുള്ള പിന്നെ വാളുകളെല്ലാം ഇത് കൃത്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ബ്ലേഡ് തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ബ്ലേഡാണ്. ഇതിന്റെ പേരെന്ന് പറയുമ്പോൾ റിങ്സ് ആണെന്നാണ് പറയുന്നത്. അതായത് റിങ് മാതിരി വരുന്നതുകൊണ്ട് റിങ്സ് ആണെന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇതിനെല്ലാം 6 മാസം വാറണ്ടി ഉണ്ട്. അത് ഫുൾ, അതുപോലെ തന്നെ കമ്പനി ഫുൾ പിന്നെ സ്പെയർ സപ്പോർട്ടും തരുന്നുണ്ട്. ഇതാണ്ട് ഈ പൈപ്പുകൾ കണ്ടില്ലേ, 3 ടൈപ്പിലെ പൈപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് 1/2, 3/4, 1. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാമറുകൾക്ക് പിടിയിടാൻ പറ്റുന്ന PPR പൈപ്പുകളാണ്. ഇത് ഉപയോഗിച്ചാണ്ട് ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഫ്ലെക്സിബിൾ ആണ്. നമ്മളിപ്പോൾ തടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അതിൻ്റെ പൈപ്പും ഉണ്ട്. അതുപോലെ തന്നെ ടെമ്പർ ചെയ്ത ഹാമറുകളും SRL അവൈലബിൾ ആണ്. ഇതിപ്പം നമുക്ക് ചൂട് സമയമാണല്ലോ, പൊടിയൊക്കെ പിടിക്കാനില്ലയോ, അന്നേരം അതിന് നമുക്ക് ഓഫറിൽ വാക്വം ക്ലീനറുകൾ എത്തിയിട്ടുണ്ട്. ഇത് മെക്കാനോ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 3100 രൂപ മാത്രമാണ് ഇപ്പം ഓഫർ പ്രൈസിൽ. ഇത് 3100 മാത്രം ഓഫർ പ്രൈസിൽ. ഏതൊരു വീട്ടിലേക്ക് വാങ്ങാം, ഏതൊരു വീട്ടിലും അത്യാവശ്യമാണ്. ഇപ്പൊ പൊടിയുള്ള സമയമല്ലേ, പൊടി പിടിച്ചു കളയാനായിട്ട് വളരെ ആവശ്യമുള്ള ഒരു സാധനമല്ല. സ്ക്രൂ ഡ്രില്ല് നമുക്ക് 599 ഉണ്ട്, 699 ഉണ്ട് സ്റ്റാർട്ടിംഗ് റേറ്റ്. ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് 969 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് 969, ഇത് 999. ഇത് നമ്മുടെ 12 വോൾട്ടിന്റെ കോർഡിലെസ് ഡ്രില്ലാണ്. വെറും 1499 മുതൽ. ഇത് വെറക്സിൻ്റെ വന്നു കഴിയുമ്പം 2250. എല്ലാം 2 ബാറ്ററി വെച്ചുണ്ട്. മിറ്റ്സുഗിയുടെ ആണെന്നുണ്ടെങ്കിൽ 21 വോൾട്ടിൽ വന്നു കഴിയുമ്പം 2500 രൂപ. പിന്നെ ഈ സ്ക്രൂ ഡ്രില്ല് 599, 699. ആംഗിൾ ഗ്രൈൻഡർ 969, 999. പവർ മാക്സിലേക്ക് വന്നു കഴിയുമ്പം 1399. ഹൈമാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ 1199. സൺഫ്ലവറിലേക്ക് വന്നു കഴിയുമ്പം 1099 വെറും. ഇനി ടൈൽ കട്ടറാണ് വന്നിരിക്കുന്നത്. ഡാമിയറിൻ്റെ 1380 വാട്ടിൻ്റെ വരുന്നത് 2399. അത് കഴിഞ്ഞ് 1200 വന്നു കഴിയുമ്പം 2099. പവർ മാക്സിൻ്റെ വന്നു കഴിഞ്ഞാൽ 1599. സൺഫ്ലവറിന് വന്നു കഴിഞ്ഞാൽ 1499. AP ഷാർപ്പിന് വന്നു കഴിഞ്ഞാൽ 1640. അതായത് ഇതെല്ലാം നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റോക്ക് തീരുന്നിടം വരെ ഏതൊരു കസ്റ്റമർ വന്നാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. GC പവറിൻ്റെ 1100 വാട്ട്സിൻ്റെത് വെറും, അതായത് 1100 വാട്ട്സ് ആണ്. അത്രയും പവറുള്ള ഒരു മെഷീൻ വെറും 2299 രൂപ മാത്രമേ ഉള്ളൂ. അതാണ് ഈ ഹാമർ ഡ്രില്ല് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 1799 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 500 വാട്ടിൻ്റെ ആണത്. അതിനുശേഷം അതാണ്ട് AP ഷാർപ്പിൻ്റെ വരുമ്പം നമുക്ക് 1999. 800 വാട്ട്സിൻ്റെ VI പവറിൻ്റെ വന്നു കഴിയുമ്പോഴത്തേക്കിന് 1899. ഇതെല്ലാം ഹാമർ ഡ്രില്ലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിൻ്റെയും ഐബലിൻ്റെയും മാളിൻ്റെയും എറാടെക്കിൻ്റെയും എല്ലാം ഈ കാണുന്ന എല്ലാം ബ്രാൻഡഡ് ഐറ്റംസ് ആണ്. എല്ലാം ബ്രാൻഡഡ് ഐറ്റമാണ്. അതെല്ലാം നല്ല ബെസ്റ്റ് പ്രൈസിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇത് ഐബലിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതാണ് ഈ കാണുന്ന മൊത്തം ഐബൽ പ്രോഡക്റ്റിൻ്റെ A to Z ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. എന്ത് ചോദിച്ചാലും കൊടുക്കാം അല്ലേ? ഐബലിൻ്റെ എന്ത് ഐറ്റം ചോദിച്ചാലും നമ്മുടെ കയ്യിലുണ്ട്. അതിന് 6 മാസം വാറണ്ടി കൂടാതെ സർവീസിന്റെ സ്പെയർ സപ്പോർട്ട് ഉള്ളതാണ്. ഈ കാണുന്ന കണ്ടില്ലേ, ഇവിടെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഗ്രൈൻഡറുകളാണ് തുടങ്ങുന്നത്. ഗ്രൈൻഡർ ഇങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഹാമർ ഡ്രില്ലായി. പിന്നെ 3 ഓപ്ഷൻ വന്നു കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന എല്ലാം ഡ്രിൽ ഐറ്റംസാണ്. ഡ്രില്ലിൻ്റെ പല വെറൈറ്റികളാണ്. ഇവിടെ താഴെ കാണുന്നതൊക്കെ എന്ന് പറയുമ്പം ടൂൾസ് കിറ്റുകളാണ്. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഐറ്റം ഇതിനകത്തുണ്ട്. അത് ഞാൻ അവിടെ ഓഫറിലുള്ള ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് ഡ്രൈവർ സാൻഡറുകളാണ്. അവരുടെ ഇത് കണ്ടില്ലേ, ഈ ഐറ്റം എന്ന് പറയുമ്പം ഇത് സ്റ്റീൽ തുളയ്ക്കാനും തടി തുളയ്ക്കാനും
കോൺക്രീറ്റ് തുളക്കാനും പറ്റുന്ന ഒരു കിറ്റാണിത്, ബിറ്റുകൾ മാത്രമുള്ളത്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക് വാക്വം ക്ലീനറാണ്. പോയി ക്ലീൻ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ പോയി ക്ലീൻ ചെയ്ത് അത് റോബോട്ടിക്കാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വാക്വം ക്ലീനർ, പിന്നെ ഈ കാണുന്ന എല്ലാം അവരുടെ പ്രോഡക്റ്റാണ്. ഇത് പിന്നെ കാറ്റടിക്കുന്ന, പിന്നെ ഈ കാണുന്ന എല്ലാം അവരുടെ പ്രോഡക്റ്റാണ്. ഇത് ബ്രഷ് കട്ടറാണ്, അതായത് ബാറ്ററി ടൈപ്പ് ബ്രഷ് കട്ടർ. നമുക്കിത് ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും വീടിന് ചുറ്റുമുള്ള പുല്ലുകളൊക്കെ കട്ട് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. ലേസർ ലെവലാണ്, വെൽഡിംഗ് മെഷീനാണ്. പിന്നെ ഇങ്ങോട്ട് ഇത് വന്നു കഴിയുമ്പം പിന്നെ ലീഫ് ബ്ലോവർ. നമുക്ക് വീട്ടിലെ കരിയിലേക്ക് ഉണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെ അടിച്ചാൽ കളയാൻ പറ്റും. ഏതൊരു വീട്ടിലായാലും വേണ്ട വളരെ അത്യാവശ്യമായ ഒരു ഐറ്റമാണ് ഈ കാണിക്കുന്നത്. ഇതിലിപ്പോ എത്ര പീസ്? 113 ഐറ്റം, വെറും 2699 രൂപ, 6 മാസം വാറണ്ടി. ഇതാണ് ഈ ഡ്രില്ലോട് കൂടി 650 വാട്സിന്റെ ഒരു ഡ്രില്ലോട് കൂടിയാണ് ഇത്ര ഐറ്റം. ഒരു വീട്ടിലേക്ക് ഏകദേശം വേണ്ടുന്ന എല്ലാ ഐറ്റവും ഉണ്ട്. 113 ഐറ്റം, 2699 രൂപ മാത്രം. ഓഫറിലാണേ. അതെ, ഈ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ ചെയ്യാം. ഓഫറിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ അല്ലേ? അതെ. ടോട്ടൽ എത്ര വരുന്നത്? 113 ഐറ്റം. ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനം 2699 രൂപ മാത്രം. ഓഫറാണേ ഈ സമയത്ത്. പിന്നെ മാറുമല്ല. SR ടൂൾസ് സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് മൾട്ടി ബ്രാൻഡാണ്. ഒരു ബ്രാൻഡ് മാത്രമല്ല, മൾട്ടി ബ്രാൻഡാണ്. ഞാൻ ഈ കാണുന്നുണ്ടില്ലേ, ഗ്രൈൻഡർ തന്നെ ഈ ഹൈക്കോക്കി, സ്റ്റാൻലി, ഈ കാണുന്ന എല്ലാം മൾട്ടി ബ്രാൻഡിൽപ്പെട്ടതാണ്. ഗ്രൈൻഡറുകൾ മാത്രമാണ് 4 ഇഞ്ചിൻ്റെ, 5 ഇഞ്ചിൻ്റെ, 9 ഇഞ്ചിൻ്റെ, 7 ഇഞ്ചിൻ്റെ ആണ് ഇവിടെ കാണുന്നത്. പവർടെക്സ് ബ്രാൻഡിൻ്റെ A to Z സാധനം നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞാൽ ബുൾ ഗോൾഡ് ഞാൻ വെളിയിൽ കാണിച്ചല്ലോ, കാർ വാഷൊക്കെ. അത് കഴിഞ്ഞാൽ അവരുടെ ചെയിൻസോ, അവരുടെ ഗ്രൈൻഡറുകൾ, ബാക്കി കാണുന്ന ഈ ഐറ്റം ബുള്ളിൻ്റെ ബുൾ ഗോൾഡിൻ്റെ കംപ്ലീറ്റ് ഐറ്റം എന്നാണ് ഈ കാണുന്നുണ്ട്. ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല സ്റ്റോക്കും ഉണ്ട്. അതെല്ലാം നമ്മൾ നല്ല റീസണബിൾ പ്രൈസിൽ തന്നെയാണ് കൊടുത്തുകൊണ്ട്. അപ്പം ബുൾ ഗോൾഡിൻ്റെ ഈ ഐബലിൻ്റെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ബുൾ ഗോൾഡിൻ്റെയും A to Z ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം നമുക്ക് ഏത് ബ്രാൻഡ് ചോദിച്ചാലും കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതെ, അതാണല്ലോ മൾട്ടി ബ്രാൻഡ്. അതെ. പിന്നെ ഈ കാണുന്ന എല്ലാം നമുക്ക് ഓഫറിൽ ഇടാൻ വേണ്ടി ഇരിക്കുന്ന ഐറ്റംസ് ആണ്. മേളിൽ ഇരിക്കുന്ന എല്ലാം നമ്മൾ ഓഫർ ഇടാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ കാണുന്ന എല്ലാം ഓഫർ ഇടാനുള്ള ഐറ്റംസ് ആണ്. ഇത് 1500 വാട്സിന്റെ ഇലവണിയുടെ മെഷീനാണ്. അതാണ്ട് 1500ന്റെ ഡായൂരി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇലവണിയുടെ മെഷീനാണ്. ഇത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണിക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് വെറും 13,299 രൂപയ്ക്കാണ്. അത് രതീഷ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചേ. ഇത്രയും ഹെവി മെഷീന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അതെ, ഹെവി മെഷീനാണ്. അതെ, ഈ 900 വാട്സിന്റെ 5 കിലോയുടെ മിഷൻ വെറും 2,999 രൂപയ്ക്ക് കൊടുക്കുക ഈ ഓഫറിൽ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കണം കേട്ടോ. ഈ കൊടുക്കുന്ന ഇരിക്കുന്നുണ്ടല്ലേ, സ്റ്റോക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ. അടിച്ചു നോക്കിക്കോ. ഇത് അയൺ കിങ്ങിന്റെ 1600 വാട്സിന്റെ മെഷീനാണ്. ഇത് വെറും 3,999 രൂപയ്ക്ക് കൊടുക്കും. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഓഫർ പീരീഡ് മാത്രമായിരിക്കും ഈ റേറ്റ്. വാങ്ങുവാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കോണം. പെസ്റ്റ് കൺട്രോൾ ഉണ്ടല്ലേ, പെസ്റ്റ് കൺട്രോളുകാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകം ഡിസൈൻ ചെയ്ത വെൽമോക്കിൻ്റെ ഒരു മോഡലാണ്. ഇത് കണ്ടില്ലേ, എൻ്റെ ആ ഡിസൈൻ കണ്ടില്ലേ? അവർക്കാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. അങ്ങനെ അവിടെ നമ്മൾ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മിഷൻസ്, ഇടിക്കുന്ന മിഷൻസ് ഈ 3 കിലോ മുതൽ 3 കിലോ, 5 കിലോ, 7 കിലോ, 11 കിലോ, 16 കിലോ അതിൻ്റെ ഫുള്ള് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ മുകളിൽ ഇരിക്കുന്നതും ഇതെല്ലാം കണ്ടില്ലേ, ഓരോന്നും നമ്മൾ ഡിസ്പ്ലേ വെച്ചിരിക്കുകയാണ്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഡിസ്പ്ലേ പീസ് എല്ലാം ചെക്ക് ചെയ്യാം. അതിനുള്ള ഫെസിലിറ്റി ഉണ്ട് ഇവിടെ. ചെക്ക് ചെയ്ത് അതിൻ്റെ പവർ പരിശോധിച്ചിട്ട് മാത്രം അവരെ എടുത്താൽ മതി. ഓക്കെ, എല്ലാം കണ്ടത്, എല്ലാം ഓരോ പീസ് നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അത് മുകളിൽ ഇരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. ഓരോ മോഡലിൽ നമ്മൾ എടുത്ത് പറയുന്നില്ല, പക്ഷേ എല്ലാ ഓഫറിൽ കൊടുക്കണമല്ലേ? അതെ, കൊടുക്കും, ഉറപ്പല്ലേ? മുകളിൽ ഇരിക്കുന്നതൊക്കെ ചെയിൻസ് ആണ്, മരം മുറിക്കുന്ന മെഷീനാണ്. അതായത് സ്റ്റില്ല് എന്ന് പറയുന്ന കമ്പനി എല്ലാവർക്കും അറിയാവുന്നില്ലയോ? സ്റ്റില്ല് മുതൽ ഇങ്ങോട്ട് ഏകദേശം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കമ്പനിയുടെയും ചെയിൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഈ സ്റ്റില്ലിന് സബ്സിഡി ഉണ്ടല്ലോ? സബ്സിഡി ഉണ്ട്, സ്റ്റില്ലിന് സബ്സിഡി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർ വാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐബലിൻ്റെ കാർ വാഷുകളാണ്. ഇത് അങ്ങേറ്റം ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പർപ്പസിന് ഇവിടെ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് അങ്ങേറ്റം വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കൊമേഴ്ഷ്യൽ പർപ്പസിലേക്ക് പോകും. ഇവിടെ ഈ താഴെ ഇരിക്കുന്ന എല്ലാം ഐഗ്രീൻ എന്ന് പറഞ്ഞ ഇതിലുള്ളതാണ്, സീരീസിലുള്ളതാണ്. ഇതെല്ലാം ഐബലിൻ്റെ 6 മാസം വാറണ്ടി ഉള്ളതും
പിന്നെ സ്പെയർ 100% സ്പെയർ സപ്പോർട്ട് ഉള്ള സൈറ്റ് വാറണ്ടി ഉള്ള എബിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്ത് കൊടുക്കും. സൈറ്റ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ് ഈ ഇരിക്കുന്നത്, മുകളിൽ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബോഷ് ടോട്ടൽ. പിന്നെ ഈ കാണുന്ന ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൊമസ്റ്റിക് പർപ്പസിലാണ്. ഇത് മൾട്ടി ബ്രാൻഡാണ്. ഇപ്പോൾ കസ്റ്റമറുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അവരുടെ ആവശ്യം അനുസരിച്ചുള്ള അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് ഡൊമസ്റ്റിക് പർപ്പസിലാണ് വന്നത്. ഇവിടെ വരുമ്പോൾ മിനി ആയി. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊമേഴ്സ്യൽ പർപ്പസ് ആയി തുടങ്ങി. ഇതെല്ലാം കൊമേഴ്സ്യൽ പർപ്പസ്. അതായത് പായലൊക്കെ പെയിന്റർമാർക്ക് പായലടിച്ച് കളയാൻ വേണ്ടിയുള്ള ഹെവി മെഷീൻസ് ആണ് ഈ ഇരിക്കുന്നത്. പിന്നെ താഴെ കോയൽ ബ്രാൻഡിന്റെ പമ്പുകളാണ്. അതായത് കിണറ്റിലിടുന്നതും അതുപോലെ ബോർവെല്ലിന്റെയും എല്ലാ തരം കോയലിന്റെ എല്ലാ ബ്രാൻഡും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ പമ്പുകളും നമ്മളുണ്ട്. അത് തന്നെ വി ഗാർഡിന്റെ ആണെങ്കിൽ സബ്സിഡിയിലും അവൈലബിൾ ആണ്. വി ഗാർഡിന്റെ അതെ അല്ലെ. ഈ സബ്സിഡി വാങ്ങി ചെയ്യുന്നവരെന്ന് ആ ബ്രാൻഡ് ഏത് ബ്രാൻഡിനുള്ളത് കൃത്യമായിട്ട് ചോദിക്കുക അല്ലേ? അതെ അതെ. ഇത് ഈ കോയലിനില്ല, പക്ഷേ വി ഗാർഡിന് സബ്സിഡിയിൽ അവൈലബിൾ ആണ്. പിന്നെ മുകളിൽ ഇരിക്കുന്ന എല്ലാം നമ്മൾ ആ കാണിച്ച മാതിരി ചെയിൻസകളാണ്. വാക്വം ക്ലീനർ, അതായത് ഇപ്പം വേനൽ സമയമാണ്, വീടുകളിലെല്ലാം പൊടിയും നല്ല വാക്വം ക്ലീനറിന് യൂസേജ് ഉള്ള സമയമാണ്. അതായത് നമുക്ക് 2999 രൂപ മുതൽ വാക്വം ക്ലീനർ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് പള്ളികളിലൊക്കെ കാർപ്പറ്റ് ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുനടന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇത് ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇതിന് 6 മാസം വാറണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതെല്ലാം ഇത് പവർടെക്സ് എന്ന് പറഞ്ഞ നമുക്ക് സർവീസ് സെന്ററുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. പല റേഞ്ചിലല്ലേ, ചെറുത് മുതൽ വലുത് വരെ ഉണ്ട്. അതെ അതെ. ഈ കാണുന്ന എല്ലാം വാക്വം ക്ലീനറിന്റെ, അതായത് 15 ലിറ്റർ മുതൽ നമ്മുടെ കയ്യിൽ 120-150 ലിറ്റർ വരെയുള്ള കപ്പാസിറ്റികളുണ്ട്. അത് കൊമേഴ്ഷ്യൽ പർപ്പസിന് വരെയുള്ള ഉണ്ട്. അതുകൊണ്ട് ഈ കാണുന്നതാണ് ഇതൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ താഴെ കാണുന്ന എല്ലാം ഓരോ കപ്പാസിറ്റിയിലുള്ളതാണ്. എന്നാൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഈ ടെക്നീഷ്യന്മാരെ പണിക്കാർ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ തടിയുടെ ബോക്സ്, ഫൈബറിന്റെ ബോക്സ്, പിന്നെ അതിന്റെ മൈക്കൊക്കെ ആയിരുന്നു. അന്നേരം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ സ്വിച്ച് ഒക്കെ എന്ന് വെച്ചാൽ നിലത്ത് തട്ടിയിട്ട് പൊട്ടും, ഡാമേജ് ആവും. അന്നേരം ഇതെന്ന് പറയുമ്പോൾ അതിന് ഡിസൈൻ ചെയ്ത ഒരു പ്രത്യേകതരം കോഡ് വയറാണ്, ബോക്സ് ആണ്. ഇതെന്ന് പറയുമ്പോൾ ഇതിപ്പം നിലത്ത് വീണ് കഴിഞ്ഞാൽ സ്വിച്ച് തട്ടില്ല, വയറ് ഇതിലേക്ക് എടുക്കുവാണ്. ഇതിൽ നിന്ന് എടുക്കുന്ന വയർ ഇതിലേക്ക് ഇടിഞ്ഞു പോരും. പിന്നെ മാത്രമല്ല അവർക്ക് ആർക്കൊന്ന് കൊളുത്തി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ അവർ മേളിലൊക്കെ കയറുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കൊളുത്തി ഇടാൻ പറ്റും. പ്രൊഫഷണൽ അതല്ല ന്യൂ ജെൻ എക്സ്റ്റൻഷൻ കോഡാണ് ഇത്. അതിന്റെ എല്ലാ ടൈപ്പ് അതിപ്പോ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ചിട്ടേ. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇത് പവർ സോക്കറ്റ്, അല്ലാത്ത സോക്കറ്റ്. ഇതിപ്പോ ഇത് സാധാ സോക്കറ്റ് മാത്രം. ഇത് ദാണ്ട് ചെറിയ അതായത് 2 ടൈപ്പിലുണ്ട്. ഒരു വലിയ ടൈപ്പ് ഉണ്ട്, ഒരു ചെറിയ ടൈപ്പ് ഉണ്ട്. ഇത് കസ്റ്റമർക്ക് വേണമെങ്കിൽ ബോക്സ് മാത്രമായിട്ട് നമ്മൾ കൊടുക്കും. അതല്ല ഇത് ഫിറ്റ് ചെയ്ത് ഈ സ്വിച്ച് പിടിപ്പിച്ചു കൊടുക്കും. അതല്ല അവർക്ക് വയർ തന്നെ 1.5, 2.5, അത് തന്നെ 3 കോർ, 2 കോർ, അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് എത്രയാണോ അവരുടെ അതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഈ കോഡ് വയർ ബോക്സ് ആണെങ്കിൽ ബോക്സ്, മൊത്തത്തിൽ കോഡ് വയർ ആണെങ്കിൽ മൊത്തത്തിൽ കോഡ് വയർ. അന്നേരം ആ ഒരു മുമ്പ് ഈ ടെക്നീഷ്യന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഡ് വയറായിട്ടുള്ള പ്രശ്നം ഇതോടുകൂടി തീർന്നു. ഇതെല്ലാം നമ്മള് സിമ്പിൾ മെക്കാനിസം ആണ്, പക്ഷെ വളരെ യൂസ്ഫുൾ ആണ്. അതെ, എല്ലാം ഓരോ സെക്ഷൻ ആയിട്ടാണ് അല്ലേ? അതെ, വന്ന് ടോട്ടലിനടുത്തെത്തി. ഇതെന്ന് പറയുമ്പോൾ മിനി ചെയിൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പേര്. അതായത് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ കമ്പും കാലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് കറണ്ടിന്റെ ആവശ്യമില്ല, നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ബക്കറ്റ്, പിന്നെ അവരുടെ ഏകദേശം എല്ലാ പ്രോഡക്റ്റ്. ഇത് ഫ്രഞ്ചാണ്, നമ്മുടെ ടയറിന്റെ വീലൊക്കെ അടിക്കാൻ പറ്റുന്ന ഫ്രഞ്ച്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വീട്ടിൽ പെയിന്റ് അടിക്കാം. കംപ്രസർ ഇല്ലാതെ തന്നെ ചെറിയ ഒരു മിനി സ്പ്രേയർ ആണിത്. പിന്നെ ഇത് ഇലക്ട്രിക്കൽ ഉപയോഗിക്കുന്ന പിന്നെ ബ്രഞ്ചാണ്. ഇതെന്ന് പറയുമ്പോഴത്തേന് ന്യൂമാറ്റിക് ആണ്, അതായത് എയറിൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവരുടെ ഏകദേശം ഈ നോക്കി കട്ട് ഓഫ്സ, ഈ കാണുന്ന മുകളിൽ ഇത് ഒരു വാക്വം ക്ലീനറാണ്, അവരുടെ പോർട്ടബിൾ വാക്വം ക്ലീനറാണ്. ഇത് മനസ്സിലായത്, ഇത് നമ്മുടെ റോഡിലൊക്കെ നമുക്ക് മീറ്റർ അളക്കത്തില്ല, ആ ഒരു ഐറ്റമാണ്. അങ്ങനെ ടോട്ടലിന്റെ ഈ ടൂൾസ് ബോക്സുകൾ ഇത് കണ്ടില്ല. ഇതിനകത്ത് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നടന്ന് നമുക്ക് ഓരോ ടൂൾസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഒരു കിറ്റ് വാങ്ങിച്ചാൽ മതി, ഒരു ബോക്സ് കൊണ്ടുപോയി എല്ലാ സാധനവും അതിനകത്തുണ്ട്. കണ്ടില്ലേ, 142 പീസ്. അത്യാവശ്യം വേണ്ട എല്ലാം ഒരു വർക്ക്ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. എന്നിട്ട് ഈ ഇരിക്കുന്നതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലുമിനിയം കട്ട് ചെയ്യാൻ വേണ്ടിയാണ് മീറ്റർ സാകളാണ്. അതായത് ഹൈക്കോക്കി, ഡാമിയർ, മക്കിറ്റ, ഡിവാൾട്ട്, അങ്ങനെ കുറേ ബ്രാൻഡുണ്ട്. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് ജനറേറ്ററുകളാണ്, അതായത് കുളം പറ്റിക്കുന്ന ജനറേറ്ററുകൾ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്ന, പിന്നെ നമ്മൾ വെളി കാണിച്ചില്ലേ അതേമാതിരിയുള്ള മെഷീനാണ് ഇത്. വാൾ ചീസറുകളാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ
ടൂൾ കിറ്റുകളാണ് ഈ താഴെ എല്ലാം ഇരിക്കുന്നത്. ഇത് മൊത്തം ടൂൾ കിറ്റുകളാണ്. പിന്നെ നമുക്ക് ഈ ബ്ലോവറുണ്ട്, ബാറ്ററി ടൈപ്പ് ബ്ലോവറുകളുണ്ട്. പിന്നെ ഇരിക്കുന്ന എല്ലാം ഹാമർ ഡ്രില്ലുകളാണ്. പിന്നെ ഇവിടെ ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗത്തെന്ന് പറയുമ്പോൾ പുട്ടി മിക്സറുകളായിരിക്കുന്നത്. പുട്ടി അതിൻ്റെ പെയിൻറ്റർമാരുടെ ഐറ്റംസാണ് ഈ ഇരിക്കുന്നത് മൊത്തം. പുട്ടി മിക്സർ, ഡ്രൈവർ സാൻഡറുകൾ, പിന്നെ ബ്ലോവറുകൾ, പിന്നെ ഐബലിൻ്റെ വെൽഡിംഗ് മെഷീൻ്റെ ഫുള്ള് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റാർട്ടിങ് എത്രയാണ് വരുന്നത്? വെൽഡിംഗ് മെഷീൻ 4500 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. നമ്മൾ ഓഫർ പ്രമാണിച്ച് ഒരു കോംബോ കൊടുക്കുന്നുണ്ട്. ഒരു ടൈൽ കട്ടറും ഒരു ആംഗിൾ ഗ്രൈൻഡറും. 1250 വാട്ട്സിൻ്റെ ടൈൽ കട്ടർ പവർ മാക്സ്, ആങ്കറിൻ്റെ 850 വാട്ട്സിൻ്റെ ആംഗിൾ ഗ്രൈൻഡർ, രണ്ടും കൂടി വെറും 2399 രൂപയ്ക്ക്. ഷീറ്റൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ അലുമിനിയത്തിൻ്റെ പണിക്കാർ, മറ്റേ റൂഫിൻ്റെ പണിക്കാർക്കൊക്കെ ഷീറ്റുകൾ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മുടെ കയ്യിലൊരു ഈ പറയുന്ന ഈ രീതിയിലൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അതിൽ പിടിപ്പിക്കാൻ പറ്റുന്ന അറ്റാച്ച്മെൻറ്റുകൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേര് ഷീറ്റ് കട്ടിംഗ് അറ്റാച്ച്മെൻ്റ് എന്നാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും തടിയുടെ എന്തെങ്കിലും പീസുകളൊക്കെ ഇങ്ങനെ ചെത്തി കളയണമെന്നുണ്ടെങ്കിൽ അതും ഈ ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡീപ്പായിട്ട് എന്തെങ്കിലും താഴെ എന്തെങ്കിലും ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിച്ചിട്ട് ആംഗിൾ ഗ്രൈൻഡർ എക്സ്റ്റൻഡർ എന്ന് പറയുന്നത്. അതായത് താഴേക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റൻഡർ പിടിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന ഈ അറ്റാച്ച്മെൻറ്റുകൾ ഓരോ മെഷീനിലും പിടിപ്പിക്കുന്ന ഡ്രില്ലിലായാലും ഗ്രൈൻഡറിലായാലും ചെയിൻസായിലായാലും എല്ലാം പിടിപ്പിക്കുന്ന ഒരുപാട് അറ്റാച്ച്മെൻറ്റുകൾ എല്ലാം നമുക്ക് SR പവർ ടൂൾസിൽ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഗണ്ണുകളുടെ ഒരു സെക്ഷനാണ്. അതായത് കാർ വാഷിൻ്റെ ആക്സസറീസ് ഉണ്ടല്ലോ, കാർ വാഷ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അതിന് ഗണ്ണ് കേടാവാറുണ്ട്. അന്നേരം നമ്മുടെ കയ്യിൽ എല്ലാത്തരം ഗണ്ണുകളും അവൈലബിൾ ആണ്. ഷോർട്ട് ഗണ്ണ്, അതിൻ്റെ വലിയ ഗണ്ണുകൾ, പിന്നെ അതിൻ്റെ എക്സ്റ്റൻഡറുകൾ, പിന്നെ അതിന് തന്നെ ഇത് വരും, നമ്മുടെ റൊട്ടേഷൻ നോസിലുകൾ വരും. ഈ ഇരിക്കുന്ന എല്ലാം കാർ വാഷിൻ്റെ ആക്സസറീസാണ്. അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്ററുകൾ, നമ്മളിപ്പോൾ ഒരു കാർ വാഷർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ത്രെഡിലേക്ക് ഓസ് ഇത് ചെയ്യുന്ന അതിലേക്കൊരു അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ത്രെഡ് കേടാകത്തില്ല. ത്രെഡ് കേടായി കഴിഞ്ഞാണ് പലപ്പോഴും കസ്റ്റമർ വരുന്നത്. അന്നേരം പക്ഷേ ഇത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ, ഈ അഡാപ്റ്റർ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും, സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഗണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണാണിത്. സാധാരണ ഒരു ഗണ്ണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോയാണ്. പക്ഷേ ഈ ഗണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗണ്ണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സർവീസബിളാണ്. അതായത് ഇത് കേടായി കഴിഞ്ഞാൽ കസ്റ്റമർ കൊണ്ടു തന്നു കഴിഞ്ഞാൽ നമുക്കിത് പേബിൾ ആണെന്നേ ഉള്ളൂ, സർവീസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഗണ്ണാണിത്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാർ വാഷിൻ്റെ ആക്സസറീസാണ് ഈ കാണുന്നതെല്ലാം. പിന്നെ നമ്മൾ ഇവിടുന്ന് വിറ്റ് പോകുന്ന മുഴുവൻ മെഷീൻസിൻ്റെയും വിൽപ്പനാന്തര സേവനം ഇവിടെ ലഭ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ദാണ്ട സ്പെയർ പാർട്സ് ഹൗസ് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ തന്നെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ സ്പെയറുകളെല്ലാം സർവീസ് സെൻറ്ററിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ വിൽപ്പനയ്ക്കും ഇവിടുന്ന് ഈ സ്പെയറുകളുണ്ട്. കാരണം ഈ കാണുന്ന എല്ലാ ആർമേച്ചറുകളും ഫീൽഡുകളും ഓരോ ടൂൾസിൻ്റെയും സ്പെയർ പാർട്സുകളാണ്. ഈ കാണുന്ന കംപ്ലീറ്റ് അതാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അണ്ടർ ബോഡി കാർ വാഷ് എന്ന് പറയും. ഇത് നമ്മൾ വണ്ടിയുടെ അടിയിലേക്ക് ഈ ഗണ്ണ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ബെൻഡറ്റ് ലെൻസ് ഉണ്ട്. ഈ ബെൻഡറ്റ് ലെൻസ് ഇതിലേക്ക് പിടിപ്പിച്ചിട്ട് അതിൽ ഈ അഡാപ്റ്റർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അടിവശം അണ്ടർ ബോഡി കാർ വാഷാണിത്, അതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സോളാർ പാനൽ. ഇപ്പം എല്ലാവരും നമ്മളുടെ പവർ ആവശ്യത്തിന് വേണ്ടി സോളാർ പാനൽ വെക്കുമല്ലോ. സോളാർ പാനൽ വെക്കുന്ന സമയത്ത് അത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റാണ്. ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ ഒരു കാർ വാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ഈ കാർ വാഷിൽ നിന്ന് ഈ ഗണ്ണ് ഇത് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് വെള്ളം കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് വാഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു മൾട്ടി ബ്രാൻഡ് ടൂൾസ് സൂപ്പർ മാർക്കറ്റാണെന്ന്. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു ട്രോളി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറക്കിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഐറ്റംസ്. ഇത് കണ്ടില്ലേ, ഇത് കാർ വാഷിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നിത്യോപക ആ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ QC ആണ്, ഫിൽറ്ററാണ്. ഇതൊക്കെ കണ്ട ഇവിടെ ഇഷ്ടം പോലെയാണ് ഇങ്ങനെ കിടക്കുവാണ്. നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ കണക്ടറുകൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ കിടക്കണം. അന്നേരം കസ്റ്റമർക്ക് വന്ന് ആവശ്യമുള്ളത് ഇതിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മാതിരി തന്നെ തിരഞ്ഞെടുക്കാം. സ്ക്രൂ ഡ്രൈവറുകളെല്ലാം കണ്ട് ഇത് കണ്ടില്ലേ,
ഇതെല്ലാം ഇങ്ങനെ വാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഏതാണോ വേണ്ടുന്നത്, ഏത് പോയിൻ്റാണോ അല്ലെങ്കിൽ സ്റ്റാറാണോ ഏതാണോ വേണ്ടുന്നത് അങ്ങേയറ്റം മുതൽ ഈ കിടക്കുന്നത് ഇങ്ങോട്ടെല്ലാം ഉണ്ട്, ഇതെല്ലാം എടുക്കുക. അതുപോലെ തന്നെയാണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം. കസ്റ്റമർക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാം, എടുത്തിട്ട് അവിടെ കൗണ്ടറിൽ കൊണ്ടുപോയി ബില്ലടിക്കാവുന്നതാണ്. പിന്നെ ഈ കാണുന്നതെല്ലാം ഹാൻഡ് ടൂൾസുകളാണ്. അതായത് തപാരിയ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. തപാരിയയുടെ ഏകദേശം എല്ലാ ഐറ്റം നമ്മുടെ കയ്യിലുണ്ട്. അന്നേരം ഈ ടോട്ടല് ടോഷൻ തപാരിയ ഇത് മൂന്നുമാണ് നമ്മൾ ഹാൻഡ് ടൂൾസ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗണ്ണുകൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ പെയിൻറ്റർമാർ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഗണ്ണുകൾ, അല്ലാത്ത പെയിൻ്റ് അടിക്കുന്ന ഗണ്ണുകൾ, പിന്നെ അതിൻ്റെ ആക്സസറീസ്, അതായത് A to Z സാധനങ്ങൾ കിട്ടുന്ന ഒരു ടൂൾസ് മാർക്കറ്റാണ് SR ടൂൾസ് സൂപ്പർ മാർക്കറ്റ്. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ വരാൻ പറ്റാത്തവർ വാട്സപ്പിൽ കൂടെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് റിപ്ലൈയും ആയിട്ടും എൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അതായത് നമ്മൾക്ക് ഈ ടൂൾസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കസ്റ്റമേഴ്സ് ഓൾ കേരള നമുക്ക് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അന്നേരം കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഫാമിലി മിക്കവാറും കാറിൽ ഇരിക്കുമായിരിക്കും ചെയ്യുന്നത്. അവർക്ക് ഇവിടുന്ന് ഒന്നും ഏകദേശം നേരത്തെ ഒന്നും മേടിക്കാൻ ഇല്ലായിരുന്നു, റോളില്ലായിരുന്നു. അന്നേരം അവരവിടെ ഇരുന്ന് ജസ്റ്റ് മൊബൈൽ നോക്കിയിരിക്കുവാണ്. അന്നേരം നമുക്ക് അവർക്ക് വേണ്ടി ഒരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ. അതായത് ഈ പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള, അതായത് നേരത്തെ നമ്മളിപ്പം ഒരു ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൊടുക്കുന്ന ആളിന് യൂസേജ് ഇല്ലാത്ത ചില സാധനങ്ങളായിരിക്കും നമ്മൾ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഹൗസ് വാമിങ്ങിലാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കല്യാണത്തിനോ അല്ല എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സോഫയൊക്കെ ഇല്ലേ, സോഫയുടെ ഇടയിലൊക്കെ എന്തെങ്കിലും കച്ചട കയറിയിരുന്നു കഴിഞ്ഞാൽ, പൊടികളൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ വിലയൊന്നുമില്ല ഇതിന്. അതെ അതാണ്ട് അവർക്ക് യൂസ്ഫുൾ ആണ്. അല്ലെ നമ്മളൊരു വേറെ എന്തെങ്കിലും ഒരു ബോട്ടിലോ വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു യൂസേജ് ഇല്ലല്ലോ. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചതിന് വേണ്ടി പോകുന്നത്, ഇതിനെക്കുറിച്ച് പറയാമോ? ഇത് നമ്മളത്തെ ഇലക്ട്രിക് ചിരവയാണ്. ഇത് നമ്മളാണെങ്കിൽ ഇത് നമ്മൾക്ക് ഈ സ്ക്രൂ ആണെങ്കിൽ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ചിരവ കൊണ്ട് ചെയ്യെടുത്താൽ മതി. ഇത് നമ്മൾ ഇലക്ട്രിക് ആയതുകൊണ്ട് നമ്മൾ സ്വിച്ച് ഇവിടെ 3 പിന്നെ കുത്തിയിട്ട് ഇതിൻ്റെ കീ ഉണ്ട്, സക്ക് ചെയ്താൽ ടൈറ്റ് ആയിട്ടിരുന്നോളൂ. ഓക്കെ, ഇത് ഓക്കെ പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണല്ലേ? പ്രസ് ചെയ്ത് വെക്കാനുള്ള. ഓക്കെ ഈ കീ ഇതേ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ഓണായി കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങില്ല. കണ്ടോ, ഇപ്പോൾ ഞാൻ സ്വിച്ചിലാണ് കൈ വെച്ചത്. ഇതേ കണ്ടോ, ഇത്രയുള്ള കാര്യം. വളരെ ഈസി ആയിട്ട് മാനുവലി ചെയ്യേണ്ട ആ ഒരു കഷ്ടപ്പാടൊന്നും വരില്ല. ഏത് വീട്ടിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്താലും അവർ തീർച്ചയായിട്ടും നമ്മുടെ ഇടയ്ക്കെങ്കിലും നമ്മുടെ മുഖം ആലോചിക്കും അല്ലേ? ഈ ഒരു കുഞ്ഞൻ മെഷീന് വാറണ്ടി വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇത് 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. ഇത് 1 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമ്മളിത് തിരിച്ചു മേടിച്ച് പുതിയ കൊടുക്കും. എന്ത് സംഭവിച്ചാലും അതെ, നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുവരാം. പുതിയതാണ് തിരിച്ചു കൊടുക്കുന്നത്. പുതിയ തിരിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് ഇപ്പോൾ 3500 ആണ്. ഇപ്പോൾ ഓഫറിലായതുകൊണ്ട് 2500 കൊടുക്കും. ഈ ഒരു ഐറ്റത്തിന് ഓഫർ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അതെ അല്ലേ? 2500 കസ്റ്റമർ കൊടുക്കാം അല്ലേ? അപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസിന് പോലും ഇവിടെ ഇപ്പോൾ ഓഫറിൽ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു സമയം തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന ഈ ഒരു സമയം ഏതൊരു ഐറ്റമാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ തന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, നേരെ വിളിക്കുക. ഓണർ ഇവിടെ റെഡി ആയിരിക്കും, ഓണർ സ്റ്റാഫും എല്ലാം റെഡിയാണ്. നിങ്ങൾക്ക് മേക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ് ഇത്. നമുക്ക് അല്ലേ ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, മൾട്ടി പർപ്പസ് കുക്ക് വെയർ. നിങ്ങളിത് മറ്റ് ഷോപ്പുകളിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ വേറെ എങ്ങും കണ്ടു കാണത്തില്ല. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ? ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോഴേ ഒരു തവ മാതിരി ഇരിക്കും. കണ്ടേ, നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു തവ മാതിരിയാണ് ഇതിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പം ഫുഡ് ഗ്രേഡ് അലുമിനിയത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് ഗ്രേഡ് അലുമിനിയത്തിലാണ്. അതുപോലെ തന്നെ ഫുഡ് ഗ്രേഡ് അതെ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ചൂടൊന്നും വരുത്തുന്നില്ല. ഇത് ഉപയോഗിക്കുന്നതിന് അടുക്കളയുടെ ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും പവർ പ്ലഗിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ആ വയറിങ് എടുത്ത് ഉണ്ട്. ഇതിന് സാധാ പ്ലഗ്, അതായത് പിന്നെ നോർമൽ പ്ലഗിൽ നമുക്കിത് വർക്കാവും. അന്നേരം ഇത് വെയിറ്റ് കുറവുള്ളതാണ്. നമുക്ക് അടുക്കള വേണമെന്നില്ല, എവിടെ വേണമെങ്കിലും ഇത് കൊണ്ടുപോയി വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വാഷ് ചെയ്യുന്നതിന് സിംഗിൾ വാഷ് ചെയ്യാം. നമുക്കിത് സിംഗിൾ വളരെയധികം വാഷ് ചെയ്യാം, ഈസി ആയിട്ട് വാഷ് ചെയ്യാം. ഇത് ഈസി ഹാൻഡിലും ആണിത്.
നമുക്ക് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ നമ്മൾ ടഫ്ലും കോട്ടിങ് വരുന്നുണ്ട്. അതെ, ഒരേ സമയം നമുക്ക് ഇഡ്ഡലി സാമ്പാർ വരെ നമുക്ക് അതെ അതെ അതായത് നമ്മൾ ഇപ്പം എന്താണ് ഈ ഭാഗത്ത് സാമ്പാർ പിന്നെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് വെച്ചു എന്ന് വെച്ചോ. അതായത് ഇങ്ങനെ ഇതിൻ്റെ പവറിൻ്റെ സോക്കറ്റ് ഇതാണ്. ഇത് കുത്തുന്നതിന് നമുക്ക് ഏതാണ്ട് 2 പിന്നാണ്. പവർ സോക്കറ്റ് ആവശ്യമില്ല, സാധാ സോക്കറ്റിലും നമുക്ക് കുത്താവുന്നതാണ്. അതിനുശേഷം നമ്മൾ സാമ്പാറും കാര്യങ്ങളൊക്കെ ലേഡീസ് പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ നമുക്ക് ഇഡ്ഡലി, അതായത് താഴെ നമുക്ക് കറി പാകം ചെയ്യുന്ന ടൈമിൽ തന്നെ ഇഡ്ഡലിയും ഉണ്ടാക്കാം. അതായത് രാവിലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ അതെ, ഒരു ടൈമിൽ. അതുപോലെ തന്നെ ഇതിപ്പം നമുക്ക് ഇഡ്ഡലിയുടെ ഉപയോഗം കഴിഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ദോശ ഇടുന്നതിനോ അല്ലെങ്കിൽ ചോറ് വെക്കുന്നതിനോ അല്ലെങ്കിൽ ബിരിയാണി വെക്കുന്നതിനോ, അതായത് മൾട്ടി പർപ്പസ് ഏത് തരം ഫുഡ് ഉണ്ടാക്കുന്നതിനും ഈ ഒരേ ഒരു പാത്രം മാത്രം മതി. അടുക്കള ആവശ്യമില്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു. സ്റ്റൗവിന്റെ ആവശ്യമില്ല, എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുവെക്കാം. 1 ഇയർ വാറണ്ടി ഉള്ളതാണിത്. അതെ അതെ, ഇത് 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇതിനകത്ത് ഓയിൽ ഒഴിച്ചും ഇല്ലാതെയും വെള്ളം ഒഴിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ഇത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതിനും ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. SR ടൂൾസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഗിഫ്റ്റിൻ്റെ ഡിവിഷനിൽ ഇത് മാത്രമല്ല, ഇതുപോലെ തന്നെ നമുക്ക് ആവി പിടിക്കുന്നതിനുള്ള മെഷീൻ നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കിനും അതങ്ങ് എടുത്ത് കളയും, അതിന് ഉപയോഗം വരത്തില്ല. പക്ഷേ ഇത് ആവി പിടിക്കുന്ന നല്ലൊരു ഒരു ഇൻഹേലറാണിത്. ഇതിന് 6 മാസം വാറണ്ടി ഉള്ളതാണ്. അതുപോലെ തന്നെ വാക്വം ക്ലീനറുകൾ, വീട്ടിൽ പിന്നെ ക്ലീൻ ചെയ്യാനുള്ള മിനി വാക്വം ക്ലീനർ, പിന്നെ ഇലക്ട്രിക് ചിരവ, അങ്ങനെ വീട്ടിൽ ലേഡീസിന് ആവശ്യമായ, അതായത് ഒരു ടൂൾസ് കടയിലേക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ ഇപ്പം വൈഫ് വന്നു കഴിഞ്ഞാൽ വൈഫിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐറ്റം SR ടൂൾസ് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗിഫ്റ്റ് സെക്ഷനിൽ ഒരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ പരിചയപ്പെടുത്തുവാണ്. ഇത് 1 ലിറ്റർ വെള്ളമാണ് ഇതിൽ വേണ്ടത്. ഈ 1 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് വരെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതുമല്ല, ഇത് നമുക്ക് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെറ്റി, സോഫ, കട്ടിൽ, അലമാര, ഫ്രിഡ്ജ് ഇതിൻ്റെ അടിഭാഗം നമുക്ക് നിവർന്ന് നിന്നുകൊണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്. ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫൈബറാണ്. ഇത് അങ്ങനെ സാധാരണ ഗതിയിൽ ഇത് കേടാവത്തില്ല. ഇത് അഴുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പക്ഷേ കേടാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറിയ ടവലൊക്കെ ഉണ്ടാവുമല്ലോ, ആ ടവൽ എടുത്തിട്ട് നമുക്കിതിനകത്ത് ക്ലിപ്പ് ചെയ്തിട്ട് നോർമലി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഈ ലോഷൻ ഉണ്ടല്ലോ, ലോഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാം ടൈലിലെല്ലാം അണുവിമുക്തമാക്കാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ പാർട്സുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങളൊരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പ്രിങ് അല്ല, ഇത് ഡയറക്റ്റാണ് ഇതിൻ്റെ ആക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു പാർട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് കൊടുക്കുന്നതായിരിക്കും. ഈ കാണുന്ന പിന്നെ മോബും അതേമാതിരി തന്നെ ആദ്യം കാണിച്ച മൾട്ടി കുക്ക് വെയർ, ഈ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസും നമ്മളുടെ ഗിഫ്റ്റ് ഡിവിഷനിലുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. പിന്നെ ഇത്രയും ഗുണങ്ങളൊക്കെ ഉള്ള ഈ പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4999 രൂപയാണ് ഇതിൻ്റെ വില. 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെ ഈ മോബ് എന്ന് പറയുമ്പം 1300 രൂപയാണ്. ഇത് ഓൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കും. വില ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരു കസ്റ്റമർ കിട്ടിയിട്ടുണ്ട്. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജോൺസി. ഞാൻ ചെങ്ങന്നൂർ കൊഴുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. ഓക്കെ, ഈ ഷോപ്പുള്ള ബന്ധം ഒന്ന് പറയാമോ? ഞാൻ 2 വർഷം മുമ്പ് ഒരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ അന്ന് തൊട്ടുള്ള ബന്ധം എനിക്കുള്ളത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ 21 വർഷം വിദേശത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ ഇതുപോലെ പിന്നെ ഈ ടെക്നിക്കൽ ഫീൽഡിലുള്ള ഒരു സ്ഥാപനം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ നേരെ പോയത് കോയമ്പത്തൂരേക്കാണ്. എല്ലാവരെയും പോലെ കോയമ്പത്തൂർ പോയി. നമ്മുടെ ചാനൽ കാണുന്നവർക്കും അറിയാം, ഇങ്ങനൊരു ഷോപ്പ് ശരിക്കും പറയാം ഞങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിയെന്ന് തന്നെ പറയാം. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, വിലക്കുറവ് അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് കോയമ്പത്തൂർ അലങ്ങിയിട്ടുണ്ട്, ഒരുപാട് ഷോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കേരളത്തിലൊരു ഷോപ്പ് ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്. കോയമ്പത്തൂർ ഞാൻ 2 പ്രാവശ്യം പോയി. അവിടെ നിന്ന് കൊട്ടേഷനൊക്കെ എടുത്തു. അത് ഈ ബ്രാൻഡഡ് ഐറ്റംസ് ഒന്നും അല്ല, അറിയാമല്ലോ, ലോക്കൽ ഐറ്റംസ് ആണ്.
പിന്നെ ഇവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമുക്ക് ഇതായിട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഇവരുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഫോൺ വിളിച്ച് ഇവിടുന്ന് കൊട്ടേഷൻ എടുത്തു. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും കൊട്ടേഷൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തെ തിരഞ്ഞെടുത്തത്. അപ്പം നല്ല ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടത്തി. നല്ലതാണ്. കാരണം ഇവിടെ പിന്നെ ബ്രാൻഡഡും സെമി ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റേ ഉള്ളൂ. തീരെ ലോക്കൽ 500 രൂപ 600 രൂപയുടെ അത് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ല. അതുപോലെ അതിന്റെ സ്പെയർ പാർട്സുകൾ നമുക്ക് സർവീസ് കിട്ടുന്ന ഐറ്റം മാത്രമേ ഉള്ളൂ. സ്പെയർ പാർട്സ് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഉള്ളത്. അത് ബ്രാൻഡഡും സെമി ബ്രാൻഡഡേ ഉള്ളൂ. തീരെ ലോക്കൽ സാധനങ്ങൾ ഇവിടെ കിട്ടത്തില്ല. സ്പെയർ പാർട്സും പിന്നെ സർവീസിങ് നമ്മുടെ സർവീസിങ് അതാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം വന്ന് ഇവിടെ സ്പെയർ പാർട്സ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ സാധനം നമ്മുടെ കമ്പനിയിലേക്ക് ഒരു അയച്ചു തരും. നമ്മുടെ കടയിലേക്ക് അയച്ചു തരും. ഇവിടെ വരണമെന്നില്ല. ഇവിടെ വന്നു തീർന്നു പോയി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ വിവരം കൊടുത്ത് അവർ നമ്മുടെ ഷോപ്പിലേക്ക് ഈ സാധനം അയച്ചു തരും. അപ്പോൾ എല്ലാം കൊണ്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വേണ്ട. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും നമുക്ക് വേറെ എങ്ങും കയറാതെ സ്ക്രൂ മുതൽ ഏറ്റവും റിസൾട്ട് സാധനങ്ങൾ ഇവിടെ കിട്ടുമെന്നുള്ളതാണ്. ഞാൻ 2 വർഷമായിട്ട് ഇവിടെ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ. അതുപോലെ ഇവിടുത്തെ സ്റ്റാഫ്, ഇവിടുത്തെ എല്ലാ ജോലിക്കാരും നമുക്ക് നല്ല സപ്പോർട്ടാണ്. അത് പിന്നെ സ്പെയർ പാർട്സ് എടുത്തു തരാനാണെങ്കിലും പുതിയ ടൂൾസുകൾ നമുക്ക് എടുത്തു തരാനാണെങ്കിലും എല്ലാം നല്ല സപ്പോർട്ടാണ്. അവർക്ക് എല്ലാത്തിനെക്കുറിച്ച് നല്ല അറിവാണ്. എന്ത് ചോദിച്ചാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വില, അതിൻ്റെ ക്വാളിറ്റി എല്ലാത്തിനെക്കുറിച്ചും നല്ല അറിവാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫും നല്ല നിലയിലാണ് നമ്മളോട് ടീം വർക്കായിട്ട് മുമ്പോട്ട് പോകുന്ന സ്ഥാപനമാണ്. നമുക്ക് എന്തായാലും ഇത് ഒരുപാട് പേരിലേക്ക് പറയാമല്ലോ ധൈര്യമായിട്ട്. തീർച്ചയായിട്ടും പറയാം. നമ്മൾ ചെയ്യുമ്പോഴേക്കും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ ഒത്തിരി സ്ഥലത്തു നിന്ന് കൊട്ടേഷൻ എടുത്ത് അവിടങ്ങളിലൊക്കെ സന്ദർശിച്ചതിന് ശേഷം തെരഞ്ഞെടുത്തൊരു കടയായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ എൻ്റെ മെയിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്നേരമാണ് ഇങ്ങനത്തെ ഒരു ഇത് കണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് ചെറിയൊരു കസ്റ്റമറിനെ അല്ല, വർഷങ്ങളായിട്ട് ബന്ധങ്ങൾ അല്ലേ, ഈ ഷോപ്പുമായിട്ട് ബന്ധമുണ്ട്. സാറിന്റെ ഷോപ്പിന്റെ പേര് എല്ലാം വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോഴേക്കും അത്യാവശ്യം ഞങ്ങൾ വന്നപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു. പുള്ളി ഒന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്ക് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഷോപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഇവിടുത്തെ വിലക്കുറവും ക്വാളിറ്റി എല്ലാം കണ്ടതിന് ശേഷം എനിക്കൊരു ബിസിനസ്സായിട്ട് തുടങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ ഈ ഷോപ്പിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്തു തരാൻ പറ്റുക? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കുറച്ച് ഐറ്റം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ ബജാജിന്റെ EMI ഉണ്ടല്ലോ, ഫിൻസർ ഉണ്ടല്ലോ, അത് വെച്ച് തന്നെ നമുക്ക് അവരൊക്കെ കാർഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് കാർഡ് എടുത്ത് തന്നെ ബിസിനസ് ആയിട്ട് തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ നമുക്ക് ബജാജിന്റെ ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ പ്രോജക്റ്റ് ബേസിൽ ലോൺ എടുക്കാം. അതായത് മുദ്ര ലോണ്, PNGPയുടെ പ്രധാനമന്ത്രിയുടെ ലോണുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അന്നേരം നമുക്ക് പ്രോജക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു വിങ് ഉണ്ട്. അന്നേരം അവരുമായിട്ട് ഈ വരുന്ന കസ്റ്റമർക്ക് ഏകദേശം ഒരു എത്ര ലക്ഷം രൂപയുടെ ആണ് ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്ന അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് അനുയോജ്യമായ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അതുവഴി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും നമ്മൾ ചെയ്തു കൊടുക്കും. ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മളെ സമീപിക്കുന്നുണ്ട്, നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, വിജയകരമായി നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി അവർ പരിപാലിക്കണം, അത് അവർ നോക്കണം. അത് നല്ല രീതിയിൽ അവർ ആ ഒരു സ്ഥാപനം തുടങ്ങി അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കണം. പല കാര്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് ഫെയിലിയർ ഉണ്ടാവുന്നത്. പിന്നെ ഇനി ചോദിക്കേണ്ടത് ഡെലിവറിയുടെ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഡെലിവറി ഈ വീഡിയോ കാണുന്ന ഓൾ ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ എവിടെ ഇരുന്ന് കാണുന്നോ അവിടെ എല്ലാം നമുക്ക് പാർസലായിട്ടും കൊറിയറായിട്ടും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറിൽ ആ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എപ്പോഴും പ്രോപ്പറായിട്ട് നമുക്ക് ആൻസർ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ വരുന്ന ഓരോ വാട്സപ്പ് ചാറ്റിനും കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തിരിക്കും. അത് നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യയിൽ നമ്മൾ ഈ സാധനങ്ങൾ പിന്നെ എവിടെയായാലും നമ്മൾ എത്തിച്ചു കൊടുക്കും. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. ഇത് കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി അടൂർ റോഡിൽ ഈ 7 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷേ അത് 7 മൈലിന് ഒരു പ്രത്യേകതയുണ്ട്. കൊല്ലം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ബോർഡറാണ്. അതായത് അതിർത്തി പ്രദേശമാണ്. അന്നേരം അവിടെ ആ 7 മൈൽ ജംഗ്ഷനിൽ തന്നെയാണ്. ജംഗ്ഷനിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ AIയുടെ ഒരു ക്യാമറ കാണാം. ക്യാമറയുടെ ഇപ്പുറത്തൊരു സവിധം കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് SR പവർ ടൂൾസ് സൂപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആർക്കും എപ്പോഴും ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് നേരിട്ട് വരാം, എല്ലാ കാര്യങ്ങളും നോക്കാം. ഇനി നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ ഇരുന്നിട്ട് മെസ്സേജ് ചെയ്താലും കൃത്യമായിട്ട് റിപ്ലൈ തരും. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഐറ്റം എല്ലാം എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുന്ന ടൂൾസുകൾ നിങ്ങൾക്കിപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിലുപരി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ പുതിയ മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാത്തരം ടൂൾസുകളും ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇതൊരു ഷോറൂം കൂടിയാണ്. നിങ്ങൾക്ക് ഷോറൂം സന്ദർശിച്ച് പ്രോഡക്റ്റ് നോളജ്
നിങ്ങൾക്ക് അറിയാൻ കഴിയും, അപ്ഡേറ്റഡ് ആവാൻ പറ്റും. അപ്ഡേറ്റ് ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.